ദിവസം കൊണ്ട് കാസർഗോഡ് ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ? ഫ്രം ബാംഗ്ലൂർ. ഫ്രൈഡേ 10 AM ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരുന്നു. ഞങ്ങൾ നേരെ പോയത് പുഴയോരം കള്ളുഷാപ്പിലേക്കാണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാട്ടോ മെയിനായിട്ടും കാസർഗോഡേക്ക് വന്നത്. ഞങ്ങൾ കപ്പ, പൊറോട്ട, പത്തിരി, കള്ളപ്പം, താറാവ് കറി, പോർക്ക് ഫ്രൈ, സ്ക്യൂഡ് ഫ്രൈ, ബീഫ് കറി ഇതൊക്കെയാണ് ഓർഡർ ചെയ്തു. തിരിച്ച് റൂം വരെ ഡ്രൈവ് ചെയ്ത് പോകേണ്ടതുകൊണ്ട് കള്ള് ഓർഡർ ചെയ്തില്ല. ഗൂഗിൾ റിവ്യൂസ് നോക്കിയാട്ടോ പുഴയോരം കള്ളുഷാപ്പിലേക്ക് വന്നത്. റിവ്യൂസിൽ പറയുന്ന പോലെ തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കാഞ്ഞങ്ങാടുള്ള ബിഗ് മോൾ റെസിഡൻസി ഹോട്ടലിലേക്ക് പോയി. റൂമൊക്കെ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണിത്. റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. റൂം സർവീസ് നന്നായിരുന്നു. റേറ്റും വളരെ കുറവായിരുന്നു. ഇവിടുന്ന് ബേക്കൽ ഫോർട്ടിലേക്ക് 11 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നാളെ രാവിലെ തന്നെ വെയിലാവുന്നതിന് മുമ്പ് നമ്മൾ ബേക്കൽ ഫോർട്ട് കാണാനാണ് പ്ലാൻ. നെക്സ്റ്റ് ഡേ ഒരു 7 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബേക്കൽ ഫോർട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇതാണ് ഫ്രണ്ട് ഗേറ്റ്. ഇതിന് ഔട്ട്സൈഡ് ആയിട്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. തമിഴ് മൂവി ബോംബെയിലെ സോങ്ങിലൂടെ മാത്രം കണ്ടിട്ടുള്ള ബേക്കൽ ഫോർട്ട് കാണാനായിട്ടാണ് നമ്മൾ ബേക്കൽ ഫോർട്ടിലേക്ക് വന്നത്. ഇവിടെ ഫോർട്ട് മാത്രമല്ല ബീച്ചും ഉണ്ട്. ബേക്കൽ ഫോർട്ടിൻ്റെ അകത്തു നിന്ന് തന്നെ നമുക്ക് ബീച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ബേക്കൽ ഫോർട്ട് കണ്ടിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ശ്രീ അനന്ത പത്മനാഭൻ ടെമ്പിളിലേക്കാണ്. ഇതാണ് ചന്ദ്രഗിരി പുഴ. അങ്ങനെ ചന്ദ്രഗിരി പുഴയൊക്കെ കണ്ടിട്ട് നമ്മൾ പോത്തിറച്ചി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടുത്തെ നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും വളരെ ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിക്കാനാണ് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ കാസർഗോഡ് അനന്തപുരം ഓൾഡ് പാലസ് കാണാനാണ് പോയത്. ഗൂഗിൾ മാപ്പിൽ പാലസ് കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ ഇപ്പോൾ പാലസ് ഇല്ല, ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇതാണ് കാസർഗോഡ് ശ്രീ അനന്ത പത്മനാഭസ്വാമി ടെമ്പിൾ. ഈ ടെമ്പിളിൻ്റെ ചുറ്റും ഒരു കുളമാണ്. ആ കുളത്തിൽ ബബിയ എന്ന് പറയുന്നൊരു ക്രൊക്കഡൈലുണ്ട്. വെയിലുള്ള സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ക്രൊക്കഡൈലിനെ കാണാൻ പറ്റിയില്ല. രാവിലെയും വൈകുന്നേരങ്ങളിലും അത് പുറത്തു വരും. പിന്നെ മഴക്കാലമായാൽ എപ്പോഴും പുറത്ത് തന്നെ കാണും എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. ഇവിടുന്ന് നമ്മളിനി പോകാൻ പോകുന്നത് പോത്തിറച്ചി റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുത്തെ നെയ്ച്ചോറും പള്ളിക്കറിയും ഫേമസ് ആണെന്ന് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടു. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ അതും ട്രൈ ചെയ്തു. ഇത്രയും നല്ല അടിപൊളി നെയ്ച്ചോറ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. നല്ല സൂപ്പർ നെയ്ച്ചോറ്.
നെയ്ച്ചോറിൻ്റെ കൂടെ തരുന്ന പരിപ്പ് കറിയാണ്. ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതിയാണ് കഴിച്ചത്, പക്ഷെ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അടുത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന കൊല്ലയ്യ തട്ടുകടയാണ്. കാസർഗോഡ് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കൊല്ലയ്യ തട്ടുകട. അവിടുന്ന് നമ്മൾ നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും ബിരിയാണിയും പൊറോട്ടയും മേടിച്ചു. പോത്തിറച്ചി റെസ്റ്റോറൻറ്റിലെ ഫുഡാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് കാസർഗോഡ് ബീച്ചിലേക്കാണ്. അവിടുത്തെ സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു.